ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് ടെസോയ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡ്ഡലി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഉപ്പുമാവെന്നോ ഒരു കേരള സ്റ്റൈൽ മഞ്ചൂരിയൻ എന്നോ ഇഡ്ഡലി ഫ്രൈ എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു ഈസി സ്റ്റാർട്ടറാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ബീൻസ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒണിയന്, പിന്നെ ഒരു മുറി ലെമൺ എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ജിഞ്ചർ, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, കടുക് പൊട്ടിക്കാനാണ് അത്, പിന്നെ കുറച്ച് കൊക്കനട്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാവേ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ പീസായിട്ട് എടുത്താൽ അത് ഉപ്പുമാവ് പോലെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ കുറച്ച് വലിയ പീസായിട്ട് ഒരു സ്റ്റാർട്ടർ പോലാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലിയൊക്കെ അധികം വരുന്നത് വെച്ചിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ ഈസി ആയിട്ടൊരു സ്നാക്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം ഞാനിവിടെ കുറച്ച് ഉഴുന്നുപരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളകും മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അല്ല, കറി ലീഫൊന്നും ഇല്ലായിരുന്നു കയ്യിൽ, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പം ഷോപ്പിലൊക്കെ പോയിട്ട് എല്ലാം വാങ്ങിക്കാൻ, വെജിറ്റബിൾസ് ആയാലും എന്ത് സാധനം വാങ്ങിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടല്ലേ. ഇപ്പം നമ്മൾ 2 ആഴ്ചത്തേക്കും 3 ആഴ്ചത്തേക്കും ഒക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്. അപ്പം ചിലതൊന്നും കിട്ടത്തില്ല ഒന്നാമത്, ഇല്ലെങ്കിൽ മറന്നു പോകും വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അപ്പം അതുകൊണ്ടൊക്കെ എല്ലാ സാധനങ്ങളും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ കുക്കിംഗ് വീഡിയോയും ഒന്നും ഇല്ലാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളില്ലെങ്കിലും ഒക്കെ ഉള്ളതൊക്കെ വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുക്കിംഗ് ഒക്കെ നടത്തുക. കഴിവതും ഒരു കാര്യത്തിനും പുറത്തേക്ക് പോകാണ്ടിരിക്കുക. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകേണ്ടവർക്ക്, ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവർക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പോകുക, അല്ലാണ്ട് നമ്മൾ പുറത്തെങ്ങും പോകാണ്ടിരിക്കുക. ശരിക്കും ഞങ്ങളാണെങ്കിലും ഒരു 3 മാസത്തോളമായി ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയിട്ട് തന്നെ. നമ്മൾ വിൻഡോയിലൂടെയൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളു ഇപ്പം തന്നെ. ഇനി നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് വേണേലും പറയാം. ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവെന്നോ, അല്ലെങ്കിൽ ഒരു മഞ്ചൂരിയൻ പോലെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് കഴിക്കാനോ, എങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പം നന്നായിട്ടൊന്ന് വഴന്നു വരും. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഒരുപാടങ്ങ് ഓവർ കുക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പം കൊറോണയുടെ പ്രശ്നം എല്ലാവർക്കും നാട്ടിലാണേലും ഇവിടെ ആണേലും ഒക്കെ പ്രശ്നങ്ങളല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ 2020 ഇത്ര മോശമായിരിക്കും എന്നല്ലേ? ജനുവരി ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇനിയിപ്പം ഡിസംബർ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. എപ്പോഴും ഇത് മാറും, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ഇനി നമ്മളിതിലേക്ക് മസാലകളാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതൊരു ടീസ്പൂണോളമേ ഇടുന്നുള്ളൂ. പിന്നാണെങ്കിൽ ഇത് ജീരകപ്പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാലയാണ്, അതും 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. എല്ലാം ടീസ്പൂണിനാണ് ഇടുന്നത്. പിന്നുള്ളത് മുളക് പൊടിയാണ്, അത് കാശ്മീരി ചില്ലിയാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരു വലിയ ടീസ്പൂണാണ് ഇട്ടത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം വരും. ഇത്രയും മസാലയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്.
അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കൊക്കനട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇവിടെ തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. എന്താ വെച്ചാൽ ഇപ്പം ഇത് ഇങ്ങനത്തെ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടത്തില്ല തേങ്ങയൊന്നുമേ. 1 ബോക്സോ 2 ബോക്സോ മാക്സിമം അങ്ങേ അറ്റം പോയ 3 ബോക്സ് അവർ വഴക്ക് പറയും എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ ചിരണ്ടി വെക്കാനൊന്നും ആളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട്. മറ്റേ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ ഓണത്തിനാണെങ്കിൽ പായസം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് 5, 6, 7, 10 എണ്ണം വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും അവർ സമ്മതിക്കത്തില്ല. ഇപ്പം കൂടി വന്നാൽ ഒരു 3 ബോക്സ് എടുക്കുമ്പോഴേ പറയും അത്രയും എടുത്താൽ മതി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു 4 or 5 സ്പൂണാണ് ആകെ എടുത്തിട്ടത്. പിന്നെ ഞാൻ ഇഡലിയും കൂടി ഇതിനകത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മഞ്ചൂരിയൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മളിത് അടച്ചു വയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചേക്കണം. എന്നിട്ട് വേണം അടച്ചു വയ്ക്കാം. അപ്പോൾ ഇഡലി ഒന്ന് സോഫ്റ്റ് ആകും. നമ്മൾ ആദ്യമേ ആ വെജിറ്റബിൾസ് എല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ നമ്മളങ്ങനെ വഴറ്റിയെടുത്തത്. അപ്പോൾ അതൊന്ന് കുക്കായി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വിനിഗർ ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫൊക്കെ ഇട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ കൊറിയാൻഡർ ലീഫൊക്കെ ഇടുമ്പോൾ. പിന്നെ പുതിന ലീഫോ കറി ലീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്കൊരു 2-3 മിനിറ്റ്സോടൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇനി അപ്പം നമ്മുടെ കേരള സ്റ്റൈൽ ഇഡലി മഞ്ചൂരിയനോ ഉപ്പുമാവെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പം നമ്മുടെ ഇഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു മസാല ടീയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടൊപ്പം കാണിക്കാവേ. നോർമലി നമ്മൾ ചായ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ പാലും വെള്ളവും കൂടാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം മസാല ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഏലക്കായും ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചിട്ട് നമ്മൾ നോർമലി തേയിലപ്പൊടിയുടെ കൂടി ഇതുകൂടി ഇട്ട് തിളപ്പിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്തിട്ടില്ലാത്തവരെ. ഇപ്പം നോർമലി എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞ് ഇനി ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇഞ്ചിയും അതെല്ലാം ഇടുന്നതൊന്നും ഞാൻ കാണിക്കാഞ്ഞത്. എന്നിട്ട് നമുക്ക് തേയിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് ഇഞ്ചിയും ഏലക്കായും ഗ്രാമ്പും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് നോക്കണേ. അപ്പം നമ്മുടെ ഇഡലി മഞ്ചൂരിയൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. വാവ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കട്ടെ.